മക്കളുണ്ടല്ലോ കൊതിക്കണം ചെറുപ്പക്കാര എഞ്ചിനീയറിനെ കിട്ടികെട്ട് നിനക്കെന്ത് പ്രയോജനമാ എംഎക്കും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളെ കിട്ടികെട്ട് നിനക്കെന്ത് പ്രയോജനമാ നിനക്ക് കിട്ടേണ്ടത് ഏത് മക്കളെന്നറിയുവോ അവസാനം രോഗം പിടിച്ച് മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ വാപ്പയുടെയും അമ്മയുടെയും തലയുടെ ഭാഗത്ത് വന്ന് പടച്ചവനെ സംസം വെള്ളമെടുത്തിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വാപ്പയുടെ വായിക്കകത്തേക്ക് സംസം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വാപ്പയുടെ തലയിൽ ഇങ്ങനെ കൈകൊണ്ട് തലോടിയിട്ട് കെട്ടിപ്പിടിച്ചൊരുമ്മ കൊടുത്തിട്ട് വാപ്പാ പറവുപ്പാല വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറവാപ്പാ ഇത് പറഞ്ഞ സ്വർഗ്ഗവാ വാപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത് ഞാനില്ലേ വാപ്പാ മരിക്കുന്ന കാലത്തോളം ഞാൻ നിങ്ങളെ മറക്കൂല നിങ്ങളുടെ മയ്യത്ത് ഞാൻ തന്നെ കുളിപ്പിക്കും വാപ്പാ നിങ്ങളുടെ മയ്യത്തിന്റെ ഇമാമത്ത് ഞാൻ നിൽക്കും വാപ്പാ പടച്ചവനെ ഉമ്മയോട് പൊന്നാര മക്കളെ പറയുകയാ ഒരു ദിവസം പോലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഞാൻ ഉറങ്ങൂല പടച്ചവനെ ഇതുപോലെ പറയുന്ന മക്കള് നമുക്ക് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ മരിച്ചു കിടക്കുന്ന മാതാപിതാക്കള് നമ്മളെ കാണുന്നവരാണല്ലോ പടച്ചവനെ മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്നിട്ട് മക്കള് ഖുർആൻ ഓതുന്ന രംഗമുണ്ടല്ലോ പടച്ചവനെ അതിനൊരു യോഗം വേണം വാപ്പാ അതിനൊരു യോഗം വേണം വാപ്പാ പടച്ചവനെ നിന്റെ പൊന്നുമോര് 6 അടി മണ്ണിനകത്ത് വന്നിട്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച മക്കള് നിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്തേക്ക് ദുആ ചെയ്യാൻ നിന്റെ മക്കള് വരുന്ന ദിവസമുണ്ടല്ലോ പള്ളിക്കാട്ടിലെ ഖബറാളികൾക്ക് മുഴുവനും പെരുന്നാളിന്റെ സന്തോഷവാ